ഫോട്ടോസ് ഉണ്ട്. നമ്മൾ ഇവിടെ ബാറ്റിൽ ഷിപ്പ് കാണാൻ വന്നിട്ടുള്ളത്. നമ്മൾ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഹായ് പറയൂ. നമ്മളെ ഞാൻ പറയാം, നല്ല ബാറ്റിൽ ഷിപ്പില്ല, ശരിക്കും പണ്ട് അമേരിക്കൻ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള കപ്പൽ. അതാണ് കേട്ടോ കാണാൻ പോകുന്നത്. നിങ്ങള് എല്ലാരും കണ്ണടച്ചേ. പിള്ളേരോടൊക്കെ പറഞ്ഞ കണ്ണടച്ചോ. ടിഷും തുറന്നോ? കണ്ട, അതാണത്. പണ്ട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിരുന്ന കപ്പല. പക്ഷെ ഇത് വലിയ വലിപ്പമുണ്ടല്ലോ, എന്തെങ്കിലും ചെറുത് തോന്നുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. നിങ്ങളീ കാണുന്നത് 38,000 പൗണ്ട് അങ്ങനെ വെയിറ്റുള്ള മാംഗനീസിൻ്റെ ഇമ്പലറായി ഈ ഷിപ്പിൻ്റെത്. ഇതും അവിടെ എൻട്രൻസിലുള്ള ഈ ഷിപ്പിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഐ തിങ്ക് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെയാണ്. ഇവിടെ ഒരു കൊളാഷ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുള്ളറ്റ്സ്. സബ്മറീനകത്തുനിന്ന് ഡിപ്ലോ ചെയ്ത് വിടുന്നതാണ് ബാക്കിൽ മോട്ടർ. ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് എത്ര വരെ അത് പോയിക്കൊണ്ടിരിക്കും. ഒരു സാധനം ഹിറ്റ് ചെയ്യണവരെ ഇങ്ങനെ പിന്നാലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇതും നിങ്ങൾ രണ്ട് ചോപ്പേഴ്സ് ഉണ്ട് ഇവിടെ. അത് രണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയുടെ ഭാഗമായിട്ടുള്ള ഏതൊക്കെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ചോപ്പേഴ്സ് ആണ് കേട്ടോ. ഈ പേർപ്പിൾ ചെമ്പര് നാട്ടിലുണ്ടോ? അല്ല, ആരോ പറഞ്ഞു നാട്ടിലുണ്ടെന്ന്. കണ്ടാ, നമ്മൾ ബാറ്റിൽ ഷിപ്പും ഇവിടെ ആക്ച്വലി സബ്മറീനും ഉണ്ട്. സബ്മറീൻ ഇപ്പം ക്ലോസ്ഡ് ആണ്, എന്തോ റിപ്പയർ ആയിട്ട്. നമ്മൾ സബ്മറീനിൽ കയറാൻ പറ്റില്ല, പക്ഷെ ബാറ്റിൽ ഷിപ്പിലോട്ട് കയറും. പറയാൻ വിട്ടുപോയിട്ടാ, ഇത് ഉണ്ണിയേട്ടൻ്റെ കാനഡയിൽ നിന്ന് വന്നൊരു ഫ്രണ്ടാണ്, കിരൺ എന്നാണ് കേട്ടാ പേര്. നമ്മൾ ആദ്യം BB-59 കയറാൻ പോണം കേട്ടോ. അവിടെ വേറെ ഇരിപ്പുണ്ട്. BB-59 ആണ് ഈ വലുത്. നിങ്ങൾ ഇപ്പോൾ കാണാൻ പോണ ഈ ഷിപ്പ് World War II വളരെ മേജർ ആയിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു അതിനെന്ന് പറയുന്നുണ്ട്. എയർക്രാഫ്റ്റ് കാരിയേഴ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷിപ്പാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ജാപ്പനീസ് വാറൊക്കെ, പിന്നെ എന്തൊക്കെയോ വാർ, പസഫിക് വാർസ്, അങ്ങനത്തെ ഏതൊക്കെയോ വാറുകളിലൊക്കെ ഇതിന് പങ്കെടുത്തിട്ടുണ്ട്. ഒരു 3-4 പേര് വേണം അല്ലേ? ഞാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നെ. രണ്ട് സൈഡിലും നല്ല ബാക്കിലോരുണ്ടായില്ലേ. ഇത് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് കുക്കായിരുന്നു പണ്ടത്തെ. ഭക്ഷണം കണ്ടോ? ഭക്ഷണം എന്താ അവിടെ കുക്ക് ചെയ്യണേ. അതിനകത്തും കിച്ചണുണ്ട്. എന്തൊക്കെ സംഭവങ്ങൾ ഇത് കണ്ടോ, വലിയ ചെമ്പ് കണക്കിന് സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കിച്ചൺ. എനിക്കൊന്ന് ഇത് ഇവിടെ അവർ വെച്ചിരുന്ന് കഴിക്കും. ഇത് മെയിൻ ഷെഫിൻ്റെ റൂമാണ്. പിന്നെ ഇവിടെ ആയിരുന്നു ഇത്ര വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കാണുന്നതൊക്കെ മറ്റേ ഒറിജിനൽ ഒന്നും അല്ല കേട്ടോ, അതൊക്കെ ഷോയാ. അവരുറങ്ങുന്ന ബങ്കേഴ്സാ. തുറക്കാൻ പറ്റുമോ? മെമ്മോ, സപ്ലൈ റിക്വസ്റ്റ്, ഓപ്പറേഷൻ ഓർഡേഴ്സ്, റേഡിയോ മെസ്സേജസ് ആൻഡ് റിപ്പോർട്ട്സ് എല്ലാം. ഇതിനൊന്ന് സീ സിക്നസ് പോലെ എന്തോ വരുന്നു. ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു സാധനം കണ്ടു കേട്ടോ. അതിനകത്ത് എല്ലാവരും പൈസ ഇട്ടിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം നടക്കും. അപ്പോൾ ഉണ്ണിയേട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ.
നോക്കും ആൾക്കാരുടെ പേരുകളാ എഴുതി വെച്ച് ഒട്ടിച്ചേക്കും. ഈ ചുവര് ഫുള്ളുണ്ട്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഈ ലോകത്ത്. ഈ ഷിപ്പില് ഉള്ളിലൊക്കെ ഓരോ റൂമുകളുണ്ട്. ഈ ലോകത്തിൻ്റെ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഇങ്ങോട്ടൊക്കെ ഈ ബാറ്റിൽ ഷിപ്പ് യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കേട്ടോ. ഇത് 14 ഓഗസ്റ്റ് 1945 ഇവിടുത്തെ ക്യാപ്റ്റൻ എഴുതിയേക്കുന്നതാണ് ഇവിടുത്തെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആണ് വീട്ടിൽ പോകാൻ പറ്റാത്തതിൽ. പക്ഷെ ജപ്പാൻ നമ്മുടെ ടേംസ് അക്സെപ്റ്റ് ചെയ്യണത് വരെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എഴുതിയേക്കണതാണ്. ഇങ്ങനത്തെ കുറേ ഡോക്യുമെൻറ്റ്സും ഉണ്ട് കേട്ടോ അവിടെ. അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഷിപ്പിലുണ്ടായിരുന്ന പണ്ടത്തെ ഒറിജിനൽ USA ഫ്ലാഗാണ്. ഷുഗർ 16 LB, സോൾട്ട് 5 LB, ഷോർട്ടനിങ് 40 ഷോർട്ട്. അവിടെ കോൺബ്രെഡ്സിന്റെ ഒക്കെ റെസിപ്പീസും പിന്നെ ഈ അവനും ഒക്കെ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ബേക്കറിയാണെന്ന്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന ക്യാമറയും തോക്കുകളും അങ്ങനത്തെ കുറേ അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവരെടുത്ത് വെച്ച സംഭവങ്ങളാണ്. ലോക്കാക്കുന്നു. അല്ല അത് എക്സിറ്റാ. ഇതിലെ പോണത് എയറോട്ട് വെച്ചിട്ട് ഈ വെയിലത്ത് തന്നെ എൻ്റെ ഉള്ളിലേക്ക് പോണം. അങ്ങനെ ചുമ്മാ അതുവഴി നടന്നു പോയപ്പോഴാണ് നമ്മളത് കണ്ടുപിടിച്ചത്. ഇത് എങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാലാണ് മറ്റേ എന്താണ് ആ പീരങ്കിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യണ ഒരു സ്ഥലത്തെത്തും. ഒരു അവിടെ എല്ലാവർക്കും ഒന്നും കയറിയില്ല. ഇവർ കയറി നോക്കുമ്പോൾ അവിടെ അങ്ങനെ ആ സാധനം അപ്പടേ തിരിച്ച് മറ്റേ യുദ്ധം ചെയ്ത സിനിമയിലും കാണില്ല കിച്ചു നോക്കണേ ആ സ്ഥലത്തേക്ക് കയറാൻ പറ്റും. ഇവരതിൻ്റെ ഉള്ളിൽ കയറി നോക്കി. ഒന്നുമില്ല, ഇതൊക്കെ തന്നെ കണ്ടാലും വലിയ രീതിയിലൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇതാണ് ആ സ്ഥലം. ലോഡ് ചെയ്ത മിസൈൽസ് ഇതിൽ നിന്നാണ് പടച്ച് ഫ്രണ്ടിൽ നിന്ന് പോകുന്നത്. കണ്ടോ? അത് ഇത് കഴിയുമ്പോൾ മേലെ താഴോട്ട് റീലോഡോ. ഇപ്പോഴത്തെ അതിലും അഡ്വാൻസ്ഡ് എന്ന് ഓർക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് പണ്ട് തന്നെ ഇത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് എന്ന് വേറെ പുലിസാനായിരിക്കും. ഇതാണ് സബ്മറീൻ അപ്പുറത്ത് കാണുന്നത് കേട്ടോ. എൻ്റെ പൊന്നു, അതിനകത്ത് അതായത് കയറാൻ നമ്മൾ നിന്നതാ. പക്ഷേ എന്തോ റിപ്പയറിങ് നടക്കുന്നുണ്ട് അവിടെ, കാണുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ കയറ്റിയില്ല. ഞങ്ങൾ ആ വലിയ ബാറ്റിൽ ഷിപ്പിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുഞ്ഞ് ബാറ്റിൽ ഷിപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വേൾഡ് വാർ 2 പങ്കെടുത്ത കപ്പൽ. ഇതാണ് എന്തിൽ പങ്കെടുത്ത കപ്പല? ഇത് ഞാൻ ലോക്കൽ യുദ്ധങ്ങളിലൊക്കെ നമ്മൾ കയറിയ വലിയ കപ്പലാണ് അത് കുറേ കാണുന്നത്. An exact duplicate of what is on each wing of the bridge. And right below that is the control. ഇതിന്റെ സൈസ് നല്ലൊരു പോർഷൻ വെള്ളത്തിന്റെ അടിയിൽ എപ്പോഴും. ഏതിനല്ലേ? ഓ അതെ, ഇത് വലിയ സാധനം. ഷിപ്പിന്റെ തന്നെ ഒരു ഹാഫ് സൈസ് ഉണ്ട്. വെള്ളത്തിലടി കൂടെ പോണ സാധനം അല്ലേ? അപ്പൊ ഇത്ര മാത്രമേ ഉപരിതലത്തിൽ സർഫസിൽ കാണുള്ളൂ. ഇത് ലാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ, വണ്ടി നിർത്തുമ്പോ. അല്ലാത്തപ്പോഴൊക്കെ ഫുൾ ടൈം വെള്ളത്തിനടിയില്ല, ഒന്നും കാണത്തില്ല പുറത്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം ബാറ്റിൽ ഷിപ്പിൻ്റെ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.